ഹലോ ഹായ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു തോരനാണ്. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കുമ്പളങ്ങയുടെ പകുതി, 1/4 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 3 കഷ്ണം ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. പപ്പായയൊക്കെ അരിഞ്ഞെടുക്കണ മാതിരി ചെറുതാക്കി വേണം നമുക്ക് കുമ്പളങ്ങ അരിഞ്ഞെടുക്കാൻ. നമ്മൾ ചെറുതായിട്ട് കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. 1/4 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 3 കഷ്ണം ചുവന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്പളങ്ങയും അരപ്പും കൂടെ എപ്പോഴും മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ. പാത്രം വെച്ചു. ഇനി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുമ്പളങ്ങയിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതിൽ വെള്ളമുണ്ട് ഓൾറെഡി. വെള്ളമുള്ള കുമ്പളങ്ങയാണെങ്കിൽ മൂടി വെച്ച് വേവിക്കരുത്. വെള്ളമില്ലാത്തതാണ് മാത്രം മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി. വെള്ളമുള്ള കുമ്പളങ്ങയാണെങ്കിൽ നമ്മൾ തുറന്ന് തന്നെ വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുമ്പളങ്ങ ഒന്ന് ഒന്ന് നോക്കാം. നമ്മൾ തോരന് വേണ്ടി കുമ്പളങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കുമ്പളങ്ങ എടുക്കണം. അതായിരിക്കും നമ്മുടെ തോരന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റായിട്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.